വെറും 2 ഇൻഗ്രീഡിയൻറ്റ് കൊണ്ട് തയ്യാറാക്കുന്ന മാംഗോ മൂസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. മിക്കവരും ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും. നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോകുമ്പോൾ നല്ല വില കൊടുത്ത് വാങ്ങിക്കേണ്ടി വരും. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടി. ഇപ്പം മാങ്ങാ സീസണാണ്. നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി 2 പഴുത്ത മാങ്ങ എടുത്തിട്ടുണ്ട്. അത് നമ്മുടെ വീട്ടിലുണ്ടായ മാങ്ങ കേട്ടോ. പിന്നെ ഞാൻ ഒരു കവർ പാല്, സാധാരണ കവർ പാലാണ് എടുത്തേക്കുന്ന. ഒരു കവറ് ഞാനൊന്ന് ചൂടാക്കുവാണ്. തിളയ്ക്കരുത്, ഒന്ന് ചൂടായി വരുന്ന നമുക്ക് നോക്കണം, തൊട്ട് നോക്കണം. ചൂടാകുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു നാരങ്ങയുടെ നീര്, ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ നാരങ്ങ നീരുണ്ടായിരുന്നു ഒരു നാരങ്ങയുടെ. ആദ്യം 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തു. പിന്നെ പിരിയുന്നില്ല എന്ന് കണ്ടപ്പം പിന്നെ 1 സ്പൂണും കൂടെ ഒഴിച്ചു കൊടുത്തു. അങ്ങനെ 3 സ്പൂണ് നാരങ്ങ നീരാണ് ഒഴിച്ചു കൊടുത്തത്. അപ്പോഴത്തേക്കും പാല് നന്നായിട്ട് പിരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം എടുക്കേണ്ടത് പനീറാണ്. പനീർ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ടെങ്കിൽ അത് മതി. പക്ഷേ നമ്മൾ വീട്ടിലുണ്ടാക്കി എടുക്കുമ്പോൾ അതിന് വേറെ ടേസ്റ്റാണ് പനീറിന്. അപ്പോൾ അതിന് ഫുൾ ഫാറ്റ് മിൽക്ക് എടുക്കാൻ നോക്കുക കേട്ടോ. ഞാനിപ്പോൾ സാധാ കവർ പാലാണ് എടുത്തേക്കുന്നത്. ലോ ഫാറ്റിൻ്റെ മിൽക്കാണ്. അപ്പം ഫുൾ ഫാറ്റ് മിൽക്ക് ആണെങ്കിൽ ഇതിലും കൂടുതൽ പനീർ കിട്ടും കേട്ടോ. അപ്പോൾ നാരങ്ങ നീരൊഴിച്ച് പാൽ ഇതേപോലെ പിരിഞ്ഞ് വരുമ്പോൾ അന്നേരം തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യട്ടോ. പിന്നെ തിളപ്പിക്കരുത്. തിളപ്പിച്ച് കഴിഞ്ഞാൽ അതങ്ങ് തരിതരാന്നങ്ങായി പോവും. അതുകൊണ്ട് തിളപ്പിക്കരുത് കേട്ടോ. അപ്പം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്ന് ആറിയതിന് ശേഷം നമുക്കിത് അരിച്ചെടുക്കാം. അപ്പോൾ കുറച്ച് പച്ചവെള്ളം കൂടെ ഒഴിക്കുമ്പോൾ ആ പുളി രസം അങ്ങ് പോയിക്കോളൂ കേട്ടോ. മിക്സിയുടെ ജാറിലേക്ക് ആ എടുത്ത് വെച്ച 2 മാങ്ങയിൽ 1 മാങ്ങയാണ് കേട്ടോ അരയ്ക്കാൻ വേണ്ടി എടുക്കുന്നത്. അത് കട്ട് ചെയ്ത് ഇട്ടതിന് ശേഷം നമുക്ക് ഈ പനീറും കൂടെ ഇട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ അതിന് മുമ്പ് മധുരം വേണമെങ്കിൽ പഞ്ചസാര ചേർക്കാം. പഞ്ചസാരയ്ക്ക് പകരം നമുക്ക് മിൽക്ക് മെയ്ഡ് ചേർക്കാം. അപ്പോൾ അതിനൊന്നുകൂടെ ടേസ്റ്റാണ്. അപ്പോൾ ഞാനിവിടെ ചേർക്കുന്നത് തേനാണ്. നമുക്ക് കുറച്ച് ഹെൽത്തി ആയിട്ട് എടുക്കാൻ വേണ്ടിയാണ് ഞാൻ തേൻ ചേർത്തത്. അപ്പോൾ മധുരം വേണ്ടാത്തവർക്ക് ഇതെല്ലാം അങ്ങ് ഒഴിവാക്കാം കേട്ടോ. മാങ്ങയുടെ മധുരം മാത്രം മതി. എന്നിട്ട് നന്നായിട്ടിത് അരച്ചെടുക്കാം. തരി പോലും ഇല്ല, നല്ല പേസ്റ്റാക്കി എടുക്കാം. പിന്നെ മറ്റൊരു മാങ്ങ മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, അതും കൂടെ മറ്റൊരു ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്ലാസ്സിലേക്ക് സെറ്റ് ചെയ്യാം. ആദ്യം ഞാൻ നമ്മുടെ പനീർ ചേർത്ത മാങ്ങയുടെ പൾപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം മാങ്ങ മാത്രം അരച്ചെടുത്ത പൾപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ലെയറാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചതിന് ശേഷം ഇതെല്ലാം സെറ്റാക്കി എടുക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് കേട്ടോ. അപ്പം എല്ലാവരും തീർച്ചയായിട്ടും ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടി. നമുക്ക് ഇപ്പം മാങ്ങയുടെ സീസണാണല്ലോ. അപ്പോൾ മാങ്ങ വെറുതെ വേസ്റ്റായി കളയാതെ ഇതേപോലെ പൾപ്പാക്കി വെച്ചിരുന്നാൽ നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ ഉടനെ തന്നെ ഗ്ലാസ്സിൽ സെറ്റാക്കി കൊടുക്കാം. നല്ലൊരു ഐറ്റം കേട്ടോ. അപ്പോൾ കാണാനൊരു ഭംഗിക്ക് വേണ്ടി മുകളിൽ ഇതിലേക്ക് മാങ്ങ അരിഞ്ഞ് പീസ് ചേർത്ത് കൊടുക്കാം. അതല്ല നട്ട്സ് പൊടിയാക്കിയിട്ട് അത് ചേർത്ത് കൊടുക്കാം. അപ്പം നമുക്ക് ഇഷ്ടമുള്ളത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം ട്യൂട്ടി ഫ്രൂട്ടിയാണ്. ഇപ്പോൾ ഫോട്ടോയ്ക്ക് ഒരു എടുപ്പിന് വേണ്ടിയാണ് ഈ ട്യൂട്ടി ഫ്രൂട്ടി വെച്ച് കൊടുത്തത്. ചേർത്ത് കൊടുക്കാൻ യാതൊരു നിർബന്ധമില്ല കേട്ടോ. അപ്പം എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു വരുന്നത് കേട്ടോ. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും താങ്ക്